സ്വാമിയെ ശരണയ്യപ്പോ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം തലനാടൻ ചങ്ങാതി. അപ്പോൾ നമ്മളെല്ലാം പത്രങ്ങളിലും ടി വിയിലും എല്ലാം വായിച്ചറിയുന്നു ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കി വിറ്റ മഹാന്മാരെ കുറിച്ച്. അപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും ഓരോരോ പ്രതികൾ ഭാഗത്തോട്ട് അന്വേഷണം പോവുകയാണ്. മുകളിലോട്ട് പോകുന്നു. പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു, മുൻ മന്ത്രിയെ ചോദ്യം ചെയ്യുമെന്നറിയുന്നു. അത് വീണ്ടും മുന്നോട്ട് പോകും, നിലവിലുള്ള മന്ത്രിയുടെ അടുത്തേക്ക് പോകുമെന്നറിയുന്നു. അപ്പോൾ വാർത്തകൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം മലയാളിയോട് ചോദിക്കാനുള്ളത് ഒന്നേ ഉള്ളൂ. ആദ്യത്തെ 5 വർഷത്തെ ഭരണം നിങ്ങൾ വിലയിരുത്തിയിട്ട് തന്നെയാണോ അടുത്ത 5 കൊല്ലത്തേക്കുള്ള ടിക്കറ്റ് നിങ്ങൾ കൊടുത്തത്? മലയാളി ഇത്ര മണ്ടനാവരുത്. പ്രബുദ്ധർ, സാക്ഷരരുത് എന്നൊക്കെ പറയുന്ന ഈ മലയാളി പരാജയമാകരുത്. നിങ്ങൾക്ക് ചിന്തിക്കുക, ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കൊടുക്കണമെന്ന് പറയൂല. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നോട്ടയ്ക്ക് കൊടുത്താലും കുഴപ്പമില്ല. ആദ്യത്തെ 5 വർഷം കൊണ്ട് തന്നെ പുകമറ സൃഷ്ടിച്ച് PR വർക്കിലൂടെ മുന്നോട്ട് വന്നു. അവസാനം ഒരു കിറ്റ് കൂടെ തന്നപ്പോൾ നിങ്ങളെല്ലാം വോട്ട് കൊടുത്തു. ഇപ്പോഴത്തെ 5 വർഷത്തിൽ നമ്മൾ അറിയുന്നത്, പണ്ടേ തുടങ്ങിയതാണ്, ഈ ക്ഷേത്രക്കൊള്ളകൾ നമ്മൾ അറിയുകയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളെ ഇത്രയധികം കൊള്ള ചെയ്ത് നശിപ്പിച്ച ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതിലുള്ള സ്ഥാനാർത്ഥിക്കും നമ്മൾ ഇനിയും വോട്ട് കൊടുത്ത് മണ്ടന്മാരാകരുത്. അതുമാത്രമല്ല, ഇന്ന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വെച്ച് വിലക്കയറ്റവും സ്റ്റാമ്പ് ഡ്യൂട്ടിയും വാട്ടർ ബില്ലും കറണ്ട് ബില്ലും ഒക്കെ കൂടുതലാണ്. 7 ഇരട്ടിയോളം കൂടുതലാണ് കേരളത്തിൽ. ഇന്ന് കേരളത്തിൻ്റെ പൊതുവരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറിയും ഈ പറയുന്ന മദ്യവുമാണ്. അപ്പോൾ ഒരു 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 സംരംഭം ഇവിടെ തുടങ്ങാനോ അത് നിലനിർത്തി പോരാനോ ഈ സർക്കാരിന് പറ്റിയിട്ടില്ല. ആരെങ്കിലും തുടങ്ങാനായിട്ട് വന്നാൽ അവരെ പൂട്ടിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറി. അതിനവർക്ക് കുറച്ച് യൂണിയനും കാര്യങ്ങളും ഉണ്ട്. പൊതുവേ കേരളം ഈ തള്ളു മാത്രമേ ഉള്ളൂ. കേരളത്തിൽ എന്തെങ്കിലും ഇവർ ചെയ്തെന്നുള്ള ഈ തള്ളു മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഈ പ്രവാസികൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ചെയ്യുന്ന വികസനം മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. അത് ഇനിയെങ്കിലും മനസ്സിലാക്കി നിങ്ങൾ വോട്ട് ചെയ്യുക. ഞാൻ ഇന്നാർക്ക് ചെയ്യണമെന്നോ ഇന്നാരെ തിരഞ്ഞെടുക്കണമെന്നോ നിങ്ങൾക്ക് പറഞ്ഞതല്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓക്കെ, പക്ഷേ ചിന്തിക്കണം, ഇനിയും ഒരു മണ്ടനായി മാറരുത്. ഓക്കെ, താങ്ക് യു. സ്വാമിയേ ശരണമയ്യ.